ടീച്ചറമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇത് നോക്കൂ, കാട്ടിലെ കളികൾ. ആരൊക്കെയാണ് കളിക്കുന്നത്? കാട്ടിൽ ആരെല്ലാമാണ് കളിക്കുന്നത്? ശ്രീകൃഷ്ണനും കൂട്ടുകാരും. ശ്രീകൃഷ്ണൻ ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥയിലെ ശ്രീകൃഷ്ണനാണ് ഈ നിൽക്കുന്നത്. ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരും കൂടിയിട്ടുള്ള ലീലകൾ, ശ്രീകൃഷ്ണ ലീലകൾ, ശ്രീകൃഷ്ണൻ്റെ കുസൃതികൾ ചെറുശ്ശേരി ഭംഗിയായി കൃഷ്ണഗാഥയിൽ വിവരിച്ചിട്ടുണ്ട്. അതിലെ കുറച്ച് വരികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ രസകരമായ കാട്ടിലെ കളികൾ. കണ്ണനും കണ്ണൻ്റെ കൂട്ടുകാരും അടങ്ങിയ കന്നുകാലി മേയ്ക്കാൻ പോയപ്പോൾ അവർ കളിക്കുന്ന കളികളാണ് നമുക്കിപ്പോൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ചെറുശ്ശേരി പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് ഈ ചാനലിൽ നിങ്ങൾക്ക് കണ്ടു പഠിക്കാട്ടോ. കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദതനുജൻ താനന്നൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നന്ദി. കാലത്തുണർന്നൂടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി. കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂണെല്ലാമെന്നു ചൊല്ലി. താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ. എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നതെന്നു ചൊല്ലി. ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ. ഈ വരികളിലെ ആശയം നമുക്ക് പറയാം. രാവിലെ നേരത്തെ ഉണർന്ന് കണ്ണൻ കൂട്ടുകാരെയൊക്കെ മറ്റുള്ള ബാലകരെയൊക്കെ വിളിച്ചുണർത്തുകയാണ്. നമുക്ക് ഭക്ഷണം പോലും നമുക്ക് കാട്ടിൽ ചെന്നിട്ടാകാം. വേഗം വരൂ, ഭോജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. നമുക്ക് കാട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം. അതൊന്നും കഴിക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ കന്നിനെയും കൊണ്ട്, കന്ന് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ, പശുക്കുട്ടികൾ, അവരെയും കൊണ്ട് നമുക്ക് വേഗം തന്നെ പോകാം. ആരാണിത് പറയുന്നത്? നന്ദതനുജൻ. നന്ദതനുജൻ ആരാണ്? നന്ദഗോപരുടെ പുത്രൻ. അതായത് ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ് നന്ദഗോപരും യശോധയും. അപ്പോൾ നന്ദഗോപരുടെ മകനായ ശ്രീകൃഷ്ണൻ കൂട്ടുകാരെ വിളിക്കുകയാണ്. കാനനത്തിലോട്ട് കന്നുകളെ മേയ്ക്കാൻ പോകാം, അവിടെ നമുക്ക് കളിച്ച് തിമർക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി കാനനം തന്നിലേക്ക്, അതായത് കാട്ടിലേക്ക് പോകുകയാണ്. പിന്നാലെ ആരുണ്ട്? കന്നുകളും. കന്നുകൾക്ക് പിന്നാലെ അവരും, അവർക്ക് പിന്നാലെ കന്നുകളും. രണ്ടു കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കളിച്ച് തിമർത്തുകൊണ്ട് കാട്ടിലോട്ട് പോകുകയാണ്. കാട്ടിലെത്തിയിട്ട് വേണം നല്ലൊരു കളി കളിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പോകുന്നത്. എല്ലാ കളികളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടുമാണ് അവരുടെ നടത്തം. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായി ആക്കമേ എല്ലാവരും ഓടിയോടി. കേകികൾ കൂകുമ്പോഴും കോകിലം പാടുമ്പോഴും. കേകികൾ മയിലുകൾ. മയിലുകൾ ഇങ്ങനെ കൂകുമ്പോൾ അവയ്ക്കൊപ്പം കൂകുന്നു. കോകിലം പാടുമ്പോൾ എന്താണ് ചെയ്യുക? കോകിലം, കുയിൽ പാടുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ? കൂ എന്ന് പറയില്ലേ? അതുപോലെ പക്ഷികൾ പാറിപ്പോകുമ്പോൾ, പറന്നു പോകുമ്പോൾ അവയുടെ നിഴൽ നോക്കി അവയെ പിടിക്കാൻ നോക്കുക. അങ്ങനെയുള്ള പല കളികളും അവർ കളിക്കുന്നുണ്ട്. അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നാലെ പോലെ കരഞ്ഞു പിന്നെ. തന്നീഴൽ തന്നോടും മാറ്റൊലി തന്നോടും നിന്നു കളിക്കയും പേശുകയും. വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ. പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം. കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ. അന്നങ്ങളെപ്പോലെ നടക്കുന്നു, അതായത് അരയന്നങ്ങളെപ്പോലെ നടക്കുന്നു, അരയന്നങ്ങളെപ്പോലെ കരയുന്നു, തൻ്റെ നിഴൽ നോക്കി ചിരിക്കുന്നു, കരയുന്നു. അതുപോലെ തന്നെ നിഴലിനോടൊപ്പം കളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ കുരങ്ങനെ കണ്ടപ്പോൾ, മരത്തിൽ കുരങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ വാല് പിടിച്ചു വലിച്ചു. കുട്ടികളിങ്ങനെ കളിച്ച് തിമർത്തുകൊണ്ട് കാട്ടിലോട്ട് പോകുമ്പോൾ കവി പറയാണ്, ഈ കുട്ടികളെല്ലാം കണ്ണൻ്റെ കൂടെ കളിക്കാൻ ഭാഗ്യം ചെയ്ത
കുട്ടികളാണ്. അവർ പുണ്യം ചെയ്തവരാണ്. കണ്ണൻ്റെ കൂടെ കളിക്കാൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ കളിക്കാൻ അവർക്ക് സാധിച്ചല്ലോ എന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ കംസൻ എന്ന അസുരൻ എപ്പോഴും ഈ കണ്ണൻ്റെ പുറകിലുണ്ട്. ഹംസം എന്ന് പറഞ്ഞാൽ അരയങ്ങളുടെ പിന്നാലെ കാക്കകൾ എന്ന പോലെ ഈ കംസൻ എപ്പോഴും ഉണ്ട് ഇല്ലേ? നിങ്ങൾ ചെറിയ പ്രായത്തിലേ കേട്ടിട്ടുണ്ടാവും കണ്ണൻ്റെ കഥകളിൽ കംസൻ എപ്പോഴും വേഷം മാറി വരുന്നതൊക്കെ. അതാണ് ഇവിടെയുള്ള സൂചന കേട്ടോ. കവി പറയുന്നതാണത്. താങ്ക് യു സോ മച്ച്. ഈ ചാനലിൽ ചെറുശ്ശേരിയുടെ അതുപോലെ തന്നെ പ്രാചീന കവിത്രയങ്ങളുടെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരുടെയും ജീവചരിത്രക്കുറിപ്പ് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതുണ്ട് കേട്ടോ. കണ്ട് കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല ക്ലാസ്സുകളുമുണ്ട്. ഇനി ഏതൊക്കെ ക്ലാസ്സുകളാണ് ആവശ്യമെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ, ഞാനിടുന്നതാണ് കേട്ടോ.